ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നെച്ചുക്കാക്കാൻ്റെ മാരേജ് വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ റയാൻ മാരേജിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, ഇത് നെച്ചുക്കാക്കാൻ്റെ മംഗലമാണ്. അതിന് ഞാനും പുപ്പാപ്പിയും പോവുകയാണ്. അതിന് നമുക്ക് മാസ്ക് എല്ലാം ഇട്ട് പോവാം. അങ്ങനെ അവർ പോയി. അപ്പോൾ ഞാനിവിടെ റഷുൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാജിയൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവൾ മൈലാഞ്ചി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സെനു അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നില്ലല്ലോ, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോകും. കൊറോണ ഒക്കെ അല്ലേ, അതുകൊണ്ട് നമ്മൾ മാരേജിന് കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നമുക്കുള്ള ഭക്ഷണം അവർ നമുക്ക് കൊണ്ടുത്തരും. അപ്പോൾ നമ്മൾ റെഡി ആകുമ്പോഴേക്ക് നമുക്കുള്ള ഭക്ഷണം ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 1 മണി 1:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി പാർസലാക്കി തന്നിട്ടുണ്ട്. നമ്മളത് ചൂടുപാത്രത്തിലൊക്കെ ഇട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ബിരിയാണിയുടെ കൂടെ പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസം. അതുപോലെ തന്നെ അച്ചാർ, കച്ചമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പാൽപ്പായസമാണ്. അപ്പോൾ ആദ്യം അത് കുടിച്ച് നോക്കാം. പിന്നെ കച്ചമ്പറാണ്, പിന്നെ നാരങ്ങച്ചാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഡ്രസ്സ് ചെയ്തിട്ട് വയ്യാണ് പോവുക. അപ്പോൾ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. നല്ല ചൂട് ബിരിയാണി ആയിരുന്നു. കല്യാണമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, കൊറോണയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് കുറേ ബിരിയാണിയൊക്കെ തിന്നിട്ട് അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും ഏകദേശം 2:30-3 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മളൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് കല്യാണത്തിന് പോവുകയാണ്. അപ്പോഴേക്കാണ് നെച്ചു അവിടെ റെഡി ആവുള്ളൂ. അപ്പോൾ നമുക്കുള്ള വണ്ടി വന്നിട്ടുണ്ട്. നമ്മളിനി കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കല്യാണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തും. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. അവിടെ നെച്ചു റെഡി ആയിട്ടുണ്ട്. ഇനി അവന് നിക്കാഹിൻ്റെ ടൈമിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. മപ്പിലങ്ങാടാണ് അവൻ്റെ വൈഫ് ഹൗസ്. അപ്പോൾ അവന് അവിടെ നിന്നാണ് അവൻ്റെ നിക്കാഹ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്തി ഇനി ആ വീട്ടിലേക്ക് നടന്ന് പോവുകയാണ്. അപ്പോഴേക്കും ഇവിടെ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കല്യാണം. അപ്പോൾ ഇതവിടെ ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ ഉണ്ട്, നമ്മുടെ പേര് വിവരങ്ങളെല്ലാം എഴുതേണ്ട ഇതുണ്ട്, അതുപോലെ തന്നെ ടിഷ്യൂ ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ വരുമ്പോൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വീടിനകത്തേക്ക് കിടക്കുകയാണ്. അപ്പോഴേക്കും അവനിതാ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനിത് ഇറങ്ങുകയാണ്. അപ്പോൾ അവരൊക്കെ പോയി. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസാണിത്. ഒരുപാട് ആളൊന്നും ഇല്ലല്ലോ, വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമല്ലേ പങ്കെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് മാലയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല. ആകെ ഒരു ബൊക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ പോയതിന് ശേഷം വെറുതെ മുറ്റത്ത് കുട്ടികളൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ബ്രേക്ക് ദ ചെയിൻ എഴുതിയിട്ട് ഒരു ബോട്ടിൽ സാനിറ്റൈസർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വരുന്നവർക്കൊക്കെ കൈയൊന്ന് സാനിറ്റൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഇതാ ബ്രേക്ക് ദ ചെയിൻ എഴുതിയിട്ട് ഫോൺ നമ്പറും പേരുമൊക്കെ എഴുതേണ്ട ഒരു ബുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. പിന്നെ ഇതവിടെ ഒരു കാലിഗ്രാഫി ഉണ്ട്, നസ്ബാൻ അൻസബ എന്നെഴുതിയിട്ട്. അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ടൈമിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറുമ്പോൾ തന്നെ ഒന്ന് എല്ലാവരും കൈ സാനിറ്റൈസ് ചെയ്യും. അതുപോലെ തന്നെ പേരും ഫോൺ നമ്പറും ഒക്കെ എഴുതി വെക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ആരും ഇല്ലല്ലോ, അപ്പോൾ ഞാൻ വെറുതെ അകത്തൊക്കെ കയറി ഒന്ന് വീഡിയോ എടുത്തതാണിത്. ഇത് ചെപ്പ് ഉണ്ടാക്കിയ ലോക്ക്ഡൗൺ ടൈമിൽ അവൻ ഉണ്ടാക്കി വെച്ചതാണിത്. അതുപോലെ തന്നെ ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെച്ചുവിൻ്റെ കലാപരിപാടികളാണ്. ഇതൊക്കെ നെച്ചു റെഡിയാക്കി വെച്ചാണ്, അവനുണ്ടാക്കിയതാണിത്. ഇപ്പോൾ കുറച്ചായി അത് അവൻ ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ റെഡിയാക്കിയതാണ്.
അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അവനെ അവിടെ അതിനിടയിൽ ഫുള്ള് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നല്ല രസമാണ് കാണാൻ. ഇതൊക്കെ ഇവിടെയുള്ള ഷോ സാധനങ്ങളാണ്. നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെറുതെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ അക്വേറിയവും അവൻ തയ്യാറാക്കിയതാണ് കേട്ടോ. അവൻ തന്നെയാണ് ഇതൊക്കെ റെഡിയാക്കിയത്. നല്ല രസമാണ് കാണാൻ. അതിലൊക്കെ ഫിഷുണ്ട്. ഇതും അതുപോലെ അവനൊരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ റെഡിയാക്കിയതാണ് ഈ അക്വേറിയം. അവൻ തന്നെ സെറ്റാക്കി വെച്ചതാണ്. അവൻ്റെ ഏകദേശം ഒരു ഐഡിയയിൽ റെഡിയാക്കിയിട്ടതാണ്. നല്ല രസമാണ് ഇതൊക്കെ കാണാനിവിടെ. അപ്പോഴേക്കും അവരവിടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ കാനോത്ത് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലൈവായിട്ട് ഫോണിൽ കാണുകയാണിത്. അപ്പോൾ അവൻ്റെ കാനോത്ത് അവിടെ നടക്കുകയാണ്. അത് നമ്മളെല്ലാവരും ഫോണിലൊന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവൻ്റെ മഹറാണ് കേട്ടോ. അപ്പോൾ അതവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കേക്കും ഉണ്ട്. അപ്പോൾ കട്ടൻ ചായ അധികം കുടിക്കട്ടെ. അപ്പോഴേക്കും നമ്മളോടൊക്കെ പെണ്ണിനെ കൂട്ടി വരാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവൾക്കുള്ള മാറ്റേണ്ട ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇനി നമ്മൾ നെച്ചുക്കാക്കാൻ്റെ പെണ്ണിനെ ചമയിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ട്രാവലറൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ. കൊറോണ കാലമായതുകൊണ്ട് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ നമ്മളിനി മാപ്പിളങ്ങാടേക്ക് പോവുകയാണ്. അങ്ങനെ അവിടുന്ന് പെണ്ണിനെയൊക്കെ മാറ്റിക്കൊടുത്തതിന് ശേഷം കൂട്ടിയിട്ട് വരികയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രാത്രിക്ക് രണ്ടാളും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. നമ്മളെ കണ്ണൂർക്കാർ മാരേജ് അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയാണല്ലോ. അപ്പോൾ രാത്രിക്ക് രണ്ടാളും കൂടി അങ്ങ് പോവും. പിന്നെ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പോവുകയൊക്കെ ചെയ്യും. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആൾ കുറച്ചായാലും ഒരുപാട് പേരുണ്ടെങ്കിലും പാട്ടൊക്കെ വെച്ചിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുക. അപ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിപ്പത്തിൽ ഉന്നക്കായും തന്നിട്ടുണ്ട്. അതുപോലെ കുടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇനി നമ്മൾ പെണ്ണിനെ മാറ്റിക്കൊടുത്തതിന് ശേഷം വീട്ടിലേക്ക് കൂട്ടി പോവുകയാണ് ചെയ്യുക. ഇത് ഫോട്ടോസാണ്. ഇത് പെണ്ണിനെ കൂട്ടി വരുന്ന ഒരു വ്യൂ ഫോട്ടോ എടുത്തതാണ്. ഇത് ജസ്റ്റ് വെറുതെ എടുത്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ മാറ്റിക്കലെല്ലാം കഴിഞ്ഞു. ഇത് പെണ്ണിൻ്റെ റൂം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. നമ്മളിവിടെ വന്ന് പെണ്ണിനൊക്കെ ചമയിച്ചിട്ട് കൂട്ടി പോവുകയാണ്. ഇതവിടെ കണ്ട ഭയങ്കര രസമായിട്ട് തോന്നിയ ഒന്നാണ് കേട്ടോ. അവിടെ ഒരു ബൗളിൽ ഒരു ഫിഷ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി. അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇത് പെരളശ്ശേരി സ്കൂളാണ് കേട്ടോ. ഞാൻ വെറുതെ വീഡിയോ എടുക്കുന്നുള്ളൂ. അത്ര വലിയ അടിയിലായിട്ട് നിർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ പെണ്ണിനൊക്കെ കൂട്ടിയിടാ വരുന്നുണ്ട്. നമ്മൾ വരുമ്പോഴേക്കും അവിടെ ഒരു കുടുക്കയിൽ കുറച്ച് മിഠായിയും പിന്നെ അതൊക്കെ പേപ്പറൊക്കെ ഇട്ടിട്ട് അവൾക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവൾ പെട്ടെന്ന് തന്നെ പൊട്ടിക്കുകയും ചെയ്തു.
പിന്നെ ഇവിടെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കേക്ക് കട്ട് ചെയ്യലാണ്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇനി കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കഴിഞ്ഞു. നമ്മുടെ കണ്ണൂരിലുള്ള കണ്ണൂർ കൊറോണ കല്യാണം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനി അവളും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പോവും. പിറ്റേന്ന് ഇങ്ങ് വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. ജസ്റ്റ് വെറുതെ വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഫസ്റ്റ് വീഡിയോ ആണ്. പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസ് വെറുതെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നെച്ചു ആരാണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അതെൻ്റെ ബ്രദറാണ്, എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മകനാണ്. അപ്പം എൻ്റെ മാരേജ് തന്നെയാണ് ഞാൻ ഫസ്റ്റ് വ്ളോഗാക്കി ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പൊ നമ്മുടെ ചുക്കാക്കാന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മാരേജ് വിശേഷങ്ങള്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് ആണ്, അതുകൊണ്ട് ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.